കേരളത്തിൽ കഴിഞ്ഞ 2-3 ആഴ്ചകളായി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ചർച്ച ആര് മുഖ്യമന്ത്രിയാവണം എന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ പല ആളുകളും പ്രധാനമായിട്ടും പറയുന്നത് വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായി വരണം. അതല്ലാതെ ഇനിയൊരു കെ.സി. വേണുഗോപാലിനെയോ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയെയോ ഹെലികോപ്റ്റർ ലാൻഡിംഗ് നടത്തി പൊളിറ്റിക്സിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചാൽ ശക്തമായ തിരിച്ചടി കോൺഗ്രസ് നേരിടേണ്ടി വരും. ഇനിയൊരു ഉപതെരഞ്ഞെടുപ്പ് നടത്തി കോൺഗ്രസ് കെ.സി. വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കാനുള്ള ശ്രമം നടത്തി കഴിഞ്ഞാൽ ആൾ തോൽപ്പിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പ്രാധാന്യം വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ചർച്ച തുടങ്ങുന്ന സത്യത്തിൽ നമ്മുടെ ഷിയാസ് അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ, ഷിയാസ് എന്ന് പറഞ്ഞാൽ DCC പ്രസിഡന്റ് എറണാകുളം, അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞാണ് വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായി വരട്ടെ എന്നുള്ള അഭിപ്രായം പറഞ്ഞതാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്തും അതിൻ്റെ പ്രചരണം നടക്കുന്ന സമയത്തും പുതിയുഗ യാത്ര നടക്കുന്ന സമയത്തൊക്കെ വി.ഡി. സതീശനായിരുന്നു കോൺഗ്രസിൻ്റെ ഒരു മുഖ്യമന്ത്രി കാൻഡിഡേറ്റ്. അത് സത്യത്തിൽ അവർ പുറത്തേക്ക് പറഞ്ഞിട്ടില്ലായിരുന്നുവെങ്കിലും കോൺഗ്രസിൻ്റെ ഒരു ലീഡിങ് കാൻഡിഡേറ്റായിട്ടും ജനങ്ങളുടെ മുന്നിൽ കോൺഗ്രസിന് വെക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല മുഖമായിട്ടൊക്കെയാണ് വി.ഡി. സതീശൻ അവതരിപ്പിച്ചത്. പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വോട്ട് പെട്ടിയിലായി ബാറ്റിലായി കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ആർക്കും വി.ഡി. സതീശനെ വേണ്ട എന്നുള്ള രൂപത്തിലാണ് പല കോൺഗ്രസ് വൃത്തങ്ങളിൽ നിന്നുള്ള പല നേതാക്കന്മാരുടെയും പ്രസ്താവന തെളിയിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് വി.ഡി. സതീശനെ എല്ലാവരും എതിർക്കുന്നത് ചോദിച്ചാൽ, അദ്ദേഹത്തിന് മത സാമുദായിക എണ്ണ കയറി നിരങ്ങാൻ ഞാൻ ഒരുക്കമല്ല എന്നുള്ള പ്രസംഗം ഇതിനു മുമ്പ് നന്നായി വൈറലായിരുന്നു. അപ്പോൾ അതിനുശേഷം SNDPയോടും NSSനോടും ഒരു സമദൂരമായൊരു നിലപാടായിരുന്നു വി.ഡി. സതീശൻ എടുത്തിരുന്നത്. പക്ഷേ ക്രിസ്ത്യൻ സ്ഥാപനങ്ങളോടും ക്രിസ്ത്യൻ സംവിധാനങ്ങളോടൊക്കെ അത്യാവശ്യം നല്ല അടുപ്പം നമ്മുടെ വി.ഡി. സതീശൻ കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഒരു വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായി വന്നു കഴിഞ്ഞാൽ ഭാവിയിൽ തങ്ങൾക്ക് നമ്മുടെ മന്ത്രിസഭയിലും അതുപോലെ കീ റോളുകളിലും കാര്യമായ സ്വാധീനം ഉണ്ടാവില്ല എന്ന് തോന്നിത്തുടങ്ങുന്നിടത്താണ് വി.ഡി. സതീശനെതിരെ ആളുകളൊക്കെ വാളെടുക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിവേ, പിന്നെ കോൺഗ്രസ്സിന് സാധാരണ ഈ ഒരു 21-22 സീറ്റ് മാത്രമുള്ള കോൺഗ്രസ്സിന് ഒരു 50-60 സീറ്റൊക്കെ സ്വന്തമായി നേടി, 60-70 സീറ്റൊക്കെ സ്വന്തമായി നേടി അധികാരത്തിലേക്ക് വരണമെങ്കിൽ അതിന് കോൺഗ്രസ്സിന് മറ്റ് കോൺഗ്രസ്സിനോട് നേരിട്ട് അനുഭാവം, കോൺഗ്രസിൻ്റെ പ്രവർത്തകരല്ലാത്ത എന്നാൽ കോൺഗ്രസിനോട് അനുഭാവമുള്ള ആളുകളുടെ വോട്ട് കൂടി ക്യാച്ച് ചെയ്യണമായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ വർഗീയത മാത്രം പറയുന്ന ആളുകളെ ചേർത്ത് പിടിക്കാൻ ഞങ്ങളില്ല എന്ന് വി.ഡി. സതീശൻ നമ്മുടെ SNDPയുടെ നേതാവായിട്ടുള്ള വെള്ളാപ്പള്ളിയെ എടുത്ത് പുറത്തിടാനും അതുപോലെ സ്ത്രീപക്ഷ നിലപാടുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ ശക്തമായി പുറത്തിടാനൊക്കെ അദ്ദേഹം കാണിച്ച ആർജവത്തിന് കിട്ടിയ വോട്ടായിരിക്കും മെയ് 4-ന് ബാലറ്റിൽ തെളിയാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു ആർജവം കാണിച്ചത് കൊണ്ടാണ് സത്യത്തിൽ അദ്ദേഹത്തിന് ഈ ഒരു പിന്തുണ കിട്ടുന്നത്. പക്ഷേ വോട്ട് വെട്ടിയിലായതിനു ശേഷം മറ്റ് നേതാക്കന്മാർക്കൊക്കെ മുഖ്യമന്ത്രി ആവണമെന്നുള്ള ആഗ്രഹം സ്വാഭാവികമായിട്ടുണ്ടാവും, സ്വാഭാവികമാണ്. പക്ഷേ അതിനുള്ള ക്ലെയിം അത്രത്തോളം ഉണ്ടോ എന്ന് ചോദിച്ചാൽ കമ്പാരിറ്റീവ്ലി കുറവാണ്. ഇനി രമേശ് ചെന്നിത്തല എന്ന് പറഞ്ഞാൽ കാലങ്ങളായിട്ട് ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രിയായി വന്നതാണ്. ആഭ്യന്തരമന്ത്രി ആയി വന്നിട്ടുണ്ട്, KPCC പ്രസിഡന്റ് ആയിട്ടുണ്ട്, അതുപോലെ കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റിയിൽ അംഗമാണ്, സ്ഥിരം ക്ഷണിതാവോ അല്ലെങ്കിൽ സ്ഥിരാംഗമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് പരിചയ സമ്പത്ത് അദ്ദേഹത്തിനുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ വർഗീയത ആളിക്കത്തിക്കുന്ന പല നേതാക്കന്മാരോടും ഒരു സമവായമായ രൂപത്തിലുള്ള ഒരു പ്രതികരണമാണ് അദ്ദേഹം നടത്താറുള്ളത്. മാത്രമല്ല 2021 പിണറായി വിജയന് വേണോ നമ്മൾ രമേശ് ചെന്നിത്തല വേണോ നിങ്ങളുടെ മുഖ്യമന്ത്രി എന്ന് ചോദിക്കുമ്പോൾ ആളുകൾ തിരഞ്ഞെടുത്ത് പിണറായി വിജയനായിരുന്നു. അപ്പോൾ ആ ഒരു ആംഗിൾ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തെ ഒരു പ്രൈം കാൻഡിഡേറ്റായി അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി വെക്കുന്നതിൽ കേരളത്തിലെ പക്ഷത്തുള്ള ഒരു പൊതുവായ ആളുകളുടെ വികാരം വെച്ച് നോക്കുമ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് അത്ര സ്റ്റേക്കില്ല. എന്നാൽ അദ്ദേഹത്തിന് മത സാമുദായിക നേതൃത്വത്തോടും അവരുടെ പിന്തുണയും ധാരാളം കിട്ടുന്നുണ്ട്. പിന്നെ മറ്റൊന്ന് KC വേണുഗോപാലാണ്. സത്യത്തിൽ KC വേണുഗോപാൽ സത്യത്തിൽ അദ്ദേഹം ഈ റേസിലുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നേരത്തെ വിനുവുമായി ബന്ധപ്പെട്ട് ഏഷ്യാനെറ്റ് ന്യൂസിൽ വന്നൊരു ചർച്ചയിൽ ഞാൻ ഏതായാലും ആ റേസിലില്ല എന്നുള്ളൊരു പരോക്ഷമായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആസ് ഓഫ് നോ ഇപ്പോൾ നിഷാദ് റാവുത്തർ എന്ന് പറയുന്ന ആൾ വി.ഡി. സതീശനെ ബൈപ്പാസ് ചെയ്തുകൊണ്ട് KC വേണുഗോപാലിന് വരാൻ യോഗ്യതയില്ല എന്ന് പറഞ്ഞ ഉടനെ തന്നെ എല്ലാ സൈബർ കോൺഗ്രസ് വെട്ടുകിളിക്കൂട്ടവും അദ്ദേഹത്തെ ആക്രമിക്കുകയും KC വേണുഗോപാലിൻ്റെ മഹത്വം വാനോളം പാടിപ്പുകയറ്റുകയും ചെയ്യുന്നത് കാണുന്നുണ്ട്. പക്ഷേ KC അത് ആഗ്രഹിക്കുന്നുണ്ടോ, KCക്ക് അത്തരത്തിലുള്ള ആഗ്രഹമുണ്ടോ എന്നതിനെക്കുറിച്ച് നമുക്ക് ധാരണയില്ല. പക്ഷേ ഇന്ന് കോൺഗ്രസ്സിൽ ഏറ്റവും അധികം സ്വാധീനമുള്ള വ്യക്തി കൂടിയാണ്. പ്രസിഡന്റിനും കഴിഞ്ഞാൽ, ഖാർഗെജിയെ കഴിഞ്ഞാൽ, അതുപോലെ രാഹുൽ ഗാന്ധി സോണിയാഗാന്ധിയും കഴിഞ്ഞാൽ കോൺഗ്രസ്സിൽ ഇത്രയധികം സ്വാധീനമുള്ള ആൾ സ്വാഭാവികമായിട്ട് മറ്റാരുണ്ടാവില്ല. ഒരു വർക്കിംഗ് സെക്രട്ടറിയാണ് കോൺഗ്രസിൻ്റെ. അപ്പോൾ അദ്ദേഹത്തെ ഇവിടെ ഹെലികോപ്റ്റർ ലാൻഡിംഗ് നടത്തേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അദ്ദേഹം നല്ലൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ വളരെ ഒരു സഹാനുഭൂതിയുള്ള എല്ലാ കാര്യങ്ങളും
ആഴത്തിൽ പഠിച്ച് മനസ്സിലാക്കി എല്ലാ ആളുകളോടും നന്നായിട്ട് എൻഗേജ് ചെയ്യുന്ന മനുഷ്യനാണ്. പക്ഷേ അപ്പോഴും വി.ഡി. സതീശനെ ബൈപ്പാസ് ചെയ്തുകൊണ്ട്, കാരണം കെ.സി. വേണുഗോപാൽ ഈ ഒരു ലീഡർഷിപ്പ് ക്യാമ്പയിനിൽ പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി പദത്തിൻ്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രി പദത്തിലേക്കുള്ള ആ ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് നടത്തുന്ന ആ യാത്രയിൽ കെ.സി. വരുമെന്നതിനെക്കുറിച്ചുള്ള സംസാരങ്ങളൊന്നും കാര്യമായിട്ട് ഉണ്ടായിരുന്നില്ല. എനിവേ മെയ് 4 വരെ എല്ലാവരും കാത്തിരിക്കുക. കാരണം ലക്ഷക്കണക്കിന് ആളുകൾ, ഈ മുസ്ലിം ലീഗിൻ്റെ ഭാഷയിൽ പറഞ്ഞ ലക്ഷക്കണക്കിന് പ്രവർത്തകർ രാവും പകലും നീരാക്കിക്കൊണ്ട് വോട്ട് ചെയ്ത് നിങ്ങളെ ജയിപ്പിക്കാൻ തയ്യാറായതിനു ശേഷം പിന്നെ അവരെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ നിങ്ങൾ ഒഴിവാക്കണമെന്നാണ് നമ്മുടെ ലീഗിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രസ്താവന നടന്നത്. എനിവേ കോൺഗ്രസ്സുകാർക്ക് പരസ്പരം കലഹിക്കാനും ആര് വരണമെന്ന് ആഗ്രഹിക്കാനും അത് ഏത് നേതാക്കന്മാരാണ് കോൺഗ്രസിനെ ലീഡ് ചെയ്യേണ്ടതിനെ കുറിച്ച് ചർച്ച ചെയ്യാനൊക്കെ അവസരമുണ്ട്. പക്ഷെ അതൊക്കെ പൊതുജനമധ്യത്തിലേക്ക് കൊണ്ടുവരുന്നതിൽ കാര്യമായ പ്രസക്തി ഇല്ല എന്നതാണ് എൻ്റെ അഭിപ്രായം. മാത്രമല്ല, ഇപ്പോൾ അവസാനമായിട്ട് നമ്മുടെ കെ സുധാകരൻ, അദ്ദേഹത്തിന് പ്രായമായി. അപ്പോൾ അദ്ദേഹം എന്തുകൊണ്ടാണ് ആദ്യം രമേശ് ചെന്നിത്തലയാണ് പിന്തുണച്ചിരുന്നത്, പിന്നെ അദ്ദേഹം കെ.സി. വേണുഗോപാലിനെ പിന്തുണക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അത്തരത്തിലുള്ളൊരു മാറ്റത്തിലേക്ക് അദ്ദേഹത്തെ നയിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം, അദ്ദേഹം KPCC പ്രസിഡന്റ് ആയിരുന്നു. അപ്പോൾ KPCC പ്രസിഡന്റ് സ്ഥാനത്തിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി സണ്ണി ജോസഫ് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം വി.ഡി. സതീശനാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ബെല്ലും ബ്രേക്കും ഇല്ലാത്ത പ്രസ്താവനകളും ഒട്ടും പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് പാലിക്കാത്ത സംസാര രീതികളൊക്കെ ഒരു കോൺഗ്രസിനെ കുറിച്ചുള്ള ഒരു മോശം പ്രതിച്ഛായ ഉണ്ടാക്കുമെന്ന് റിപ്പോർട്ട് കൊടുക്കുകയും ആ റിപ്പോർട്ടിലൂടെ അദ്ദേഹത്തെ മാറ്റി നിർത്തി പുതിയൊരു പകരക്കാരനെ നിശ്ചയിക്കാനും മുൻകൈ എടുത്ത് വി.ഡി. സതീശനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തെ പിന്തുണക്കാനോ വി.ഡി. സതീശന് എനിക്ക് ഏതായാലും സ്ഥാനം കിട്ടുന്നില്ലെങ്കിൽ വി.ഡിക്കും കിട്ടണ്ട എന്നുള്ള രൂപത്തിലാണ് ഗാർഗജയെ നേരിട്ട് കണ്ട് എൻ്റെ പിന്തുണ കെ.സി. വേണുഗോപാലിനാണ് എന്നൊക്കെ അദ്ദേഹം സമർത്ഥിക്കുന്നു, പറയാൻ ശ്രമിക്കുന്നത്. എനിവേ ഏതായാലും കോൺഗ്രസിൻ്റെ ചർച്ചകൾ നടക്കട്ടെ. നല്ല രൂപത്തിൽ ഇതൊന്ന് മെയ് 4 ഒരു ഭരണമാറ്റം ഉണ്ടാവട്ടെ. ഭരണമാറ്റം ഉണ്ടാകുമ്പോഴാണ് കേരളത്തിന് ഓരോ 5 വർഷം കൂടുമ്പോഴും ഭരണമാറ്റം ഉണ്ടാകുമ്പോഴാണ് ഭരണം നല്ല രൂപത്തിൽ നടക്കുക. അഴിമതി രഹിതമായ ജനാധിപത്യ സംവിധാനത്തിലൂടെ നമ്മുടെ രാജ്യത്തിൻ്റെ, നമ്മുടെ കേരളത്തിൻ്റെ ആ സെക്കുലർ ബോധവും ജനാധിപത്യ ബോധവും ഒക്കെ കൃത്യമായിട്ട് കീപ്പ് ചെയ്തുകൊണ്ട് ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അതുകൊണ്ടൊരു ഭരണമാറ്റം ഉണ്ടാവുകയാണെങ്കിൽ അതിനുശേഷമുള്ള തർക്കങ്ങളൊക്കെ കേരളക്കാർക്ക് കണ്ട് ആസ്വദിക്കാനുള്ള ഒരുപാട് അവസരങ്ങൾ ഉണ്ടാവുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.